അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിലുള്ള ചേരി രാജ്യങ്ങൾ ആഭ്യന്തര യുദ്ധത്തിന്റെ മറവിൽ സിറിയൻ അധിനിവേശം ശക്തിപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. സിറിയയിലെ തുർക്കികളുടെ നടപടികൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയായി വരുമെന്നാണ് സെനറ്റർ ലിൻഡേസ ഗ്രഹാം വെളിപ്പെടുത്തുകയുണ്ടായി. കൂടാതെ അമേരിക്കൻ പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ ആക്രമിച്ചാൽ തുർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡേസ ഗ്രഹാം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തനായ പിന്തുണക്കാരനാണ് ഗ്രഹാം. SDFനെതിരായ വ്യാപകമായ പ്രവർത്തനങ്ങൾ തീവ്രവാദ ഗ്രൂപ്പായ ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റിനെ ഗുണം ചെയ്യുമെന്നും ഇക്കാരണത്താൽ മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെ ഇല്ലാതാക്കുമെന്നുള്ള വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. തുർക്കിയുടെ പിന്തുണയോടെ കൂലിപ്പടയാളികൾ സിറിയയുടെ വടക്കുകിഴക്കൻ നഗരമായ കുർദിഷ് നേതൃത്വത്തിലുള്ള സൈനികരുമായി ഏറ്റുമുട്ടുകയാണെന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു. തുർക്കി പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമി മാൻജിബ് പിടിച്ചെടുത്തതായും SDF പിൻവാങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ISനെ നശിപ്പിക്കാൻ അമേരിക്കയെ സഹായിച്ച കുർദിഷ് സേനയെ ഭീഷണിപ്പെടുത്താൻ തുർക്കിയെ അനുവദിക്കരുതെന്നും ഗ്രഹാം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. വടക്ക് കിഴക്കൻ സിറിയയിൽ ഏകദേശം 50,000 IS തടവുകാരെ കുർദിഷ് സേനയുടെ തടവിൽ നിന്ന് മോചിപ്പിക്കുന്നില്ലെന്നും തങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി വടക്ക് കിഴക്കൻ സിറിയയ്ക്കും തുർക്കിക്കും ഇടയിൽ ബഫർ സോൺ ഉണ്ടാക്കാൻ തുർക്കി ശ്രമം നടത്തുകയാണെങ്കിൽ അത് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വളരെയധികം വിരുദ്ധമായിരിക്കും. സെനറ്റർ മുന്നറിയിപ്പ് നൽകിയത് ISനെ തകർക്കാൻ ട്രംപിനെ സഹായിച്ച കുർദിഷ് സേനയ്ക്കെതിരെ തുർക്കി സൈനിക നടപടികൾ ഏർപ്പെട്ടാൽ അവരെ ലക്ഷ്യമിട്ടുള്ള ഉപരോധം താൻ മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നായിരുന്നു. ഗ്രഹാം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിലുടനീളം അമേരിക്കൻ സൈനികർ സിറിയൻ സൈന്യത്തോടും ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റിനോട് പോരാടുമ്പോൾ SDFന് തങ്ങളെ നന്നായി പിന്തുണച്ചിട്ടുണ്ടെന്നായിരുന്നു. അതുപോലെ വാരാന്ത്യത്തിൽ സിറിയയിലെ രാഷ്ട്രീയ സന്തുലിതാവസ്ഥ നാടകീയമായിട്ടായിരുന്നു മാറിയത്. ഹയാത്ത് താഹിർ അൽ ഷമീലിൽ നിന്നുള്ള ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സേനയുടെ സഖ്യം ഡമാസ്കസ് പിടിച്ചെടുക്കുകയും പ്രസിഡന്റ് ബഷർ അസാദിനെ താഴെയിറക്കുകയുമാണ് പ്രധാനമായും ചെയ്തിരുന്നത്. കൂടാതെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ അട്ടിമറിച്ച് ഭൂമി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഈജിപ്ത്, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. വിമത സൈന്യം ഡമാസ്കസ് പിടിച്ചെടുക്കുകയും അസാദ് റഷ്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് ഞായറാഴ്ച അധിനിവേശ ഗോലാൻ കുന്നുകളിൽ സൈനികവൽക്കരിക്കപ്പെട്ട ബഫർ സോണിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ വിന്യസിപ്പിക്കുകയാണ് ചെയ്യുകയുണ്ടായത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ പ്രധാനമായും വിശേഷിപ്പിച്ചത് അപകടകരമായ സംഭവവികാസവും സിറിയയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും നേരെയുള്ള നഗ്നമായ ആക്രമണവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്നായിരുന്നു. മാത്രമല്ല കൂടുതൽ സിറിയൻ ഭൂമി കൈവശപ്പെടുത്താനും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി ഭൂമിയിൽ അവരുടെ അധിനിവേശം അടിച്ചേൽപ്പിക്കാനും വേണ്ടി സിറിയയെ ചൂഷണം ചെയ്തു എന്നായിരുന്നു ഈജിപ്തും ഉന്നയിച്ച പ്രധാന ആരോപണം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ 50 വർഷത്തിനിടെ ആദ്യമായി ബഫർ സോണിനപ്പുറത്തേക്ക് നീങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ സിറിയയ്ക്കുള്ളിലെ ലക്ഷ്യങ്ങൾ തകർക്കുകയും ചെയ്തു. സിറിയൻ ആർമിയുടെ ആയുധങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കാൻ സിറിയയിലുടനീളം ആക്രമണം നടത്താൻ IDFന് നെതന്യാഹു നിർദ്ദേശം നൽകിയതായാണ് ഇസ്രായേലിനെതിരെ മധ്യേഷ്യൻ രാജ്യങ്ങൾ ഉയർത്തുന്ന പ്രധാന ആരോപണം. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പശ്ചിമേഷ്യയിലെ സിറിയയാണിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. എന്നാൽ സിറിയയിലെ വിമത സേനയെ പ്രതികൂലിച്ചും അനുകൂലിച്ചും വിവിധ ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള ചേരിതിരിവുകൾക്കും ഭീഷണിപ്പെടുത്തലുകൾക്കും പരസ്പരമുള്ള പോരടിക്കലുകൾക്കുമാണ് ലോകം പ്രധാനമായും സാക്ഷിയാകുന്നത്.